ഹായ് ഫ്രണ്ട്സ്, ഞാൻ അനന്യ രാഗിൻ. എല്ലാവർക്കും ട്വിസ്റ്റി പസിലിലേക്ക് സ്വാഗതം. ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു സ്നേക്ക് ക്യൂബിനെ എങ്ങനെയാണ് ഫ്ലവർ പാറ്റേണിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത് എന്നതാണ്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 24 പീസസിൽ ഓറഞ്ച് ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷൻ വരുന്ന ഒരു സ്നേക്ക് ക്യൂബാണ്. ഇതിന് ആദ്യം ഓറഞ്ച് ചതുരങ്ങൾ മുകളിൽ വരുന്ന രീതിയിൽ പിടിക്കുക. എന്നിട്ട് ഇടതുഭാഗത്ത് വേണ്ടത് ഈ രീതിയിലുള്ളൊരു ചെരിവാണ് നമുക്ക് ഇടതുഭാഗത്ത് വേണ്ടത്. എന്നിട്ട് ഈ ഫസ്റ്റ് പീസിനെ ബാക്കിലോട്ടേക്ക് ഒരു തവണ തിരിക്കുക, ഇതുപോലെ ഒരു തവണ തിരിക്കുക. എന്നിട്ട് ഈ ഓറഞ്ച് ത്രികോണം വരുന്ന പീസിനെ ഇടത് കൈ കൊണ്ട് നമ്മുടെ നേരെ ഇങ്ങോട്ടേക്ക് ഒരു തവണ തിരിക്കുക, ഇതുപോലെ ഒരു തവണ തിരിക്കുക. എന്നിട്ട് ഈ ഓറഞ്ച് ത്രികോണം വരുന്ന ഈ ഒരു പീസിനെ വലത് കൈ കൊണ്ട് നമ്മുടെ നേരെ ഇങ്ങോട്ടേക്ക് ഒരു തവണ തിരിക്കുക. എന്നിട്ട് ഈ രണ്ടാമത്തെ പീസിനെ ഈ ഒരു സൈഡിലേക്ക് ഇതുപോലെ ഒരു തവണ തിരിക്കുക. എന്നിട്ട് ഈ ഓറഞ്ച് ചതുരങ്ങൾ എൻ്റെ നേരെ വരുന്ന രീതിയിൽ ഞാൻ പിടിച്ചു. എന്നിട്ട് ഈ മൂന്നാമത്തെ പീസ്, ഈ ഒരു നീളത്തിലുള്ള ഭാഗത്തിൽ ഈ മൂന്നാമത്തെ പീസ് ഓറഞ്ച് ത്രികോണം വരുന്ന ഇതിനെ മുകളിലേക്ക് ഒരു തവണ തിരിക്കുക, ഇതുപോലെ മുകളിലേക്ക് ഒരു തവണ തിരിക്കുക. എന്നിട്ട് ഈ വെള്ള ത്രികോണം വരുന്ന ഈ ഒരു പീസിനെ താഴോട്ടേക്ക് ഒരു തവണ തിരിക്കുക, ഇതുപോലെ താഴോട്ടേക്ക് ഒരു തവണ തിരിക്കുക. എന്നിട്ട് ഈ വെള്ള ചതുരങ്ങൾ എൻ്റെ നേരെ വരുന്ന രീതിയിൽ ഞാൻ പിടിച്ചു. എന്നിട്ട് ഈ വെള്ള ത്രികോണം വരുന്ന ഈ ഒരു പീസിനെ മുകളിലേക്ക് ഒരു തവണ തിരിക്കുക, ഇതുപോലെ. എന്നിട്ട് ഇപ്പോൾ വെള്ളച്ചതുരങ്ങൾ എൻ്റെ നേരെ വരുന്ന രീതിയിൽ ഞാൻ പിടിച്ചു. എന്നിട്ട് ഈ ഒരു ഓറഞ്ച് ത്രികോണം വരുന്ന ഈ ഒരു പീസിനെ മുകളിലേക്ക് ഒരു തവണ തിരിക്കുക. എന്നിട്ട് ഇതുപോലെ വെള്ളച്ചതുരങ്ങൾ എൻ്റെ നേരെ വരുന്ന രീതിയിൽ ഞാൻ പിടിച്ചു. എന്നിട്ട് ഈ ഒരു വെള്ളച്ചതുരം വരുന്ന ഈ വെള്ള ത്രികോണം വരുന്ന ഈ ഒരു പീസിനെ താഴോട്ടേക്ക് ഒരു തവണ തിരിക്കുക. എന്നിട്ട് ഈ ഒരു വെള്ളച്ചതുരങ്ങൾ എൻ്റെ നേരെ വരുന്ന രീതിയിൽ ഞാൻ പിടിച്ചു. എന്നിട്ട് ഈ ഓറഞ്ച് ത്രികോണം വരുന്ന ഈ ഒരു പീസിനെ നമ്മുടെ നേരെ ഇങ്ങോട്ടേക്ക് ഒരു തവണ തിരിക്കുക, ഇതുപോലെ ഒരു തവണ തിരിക്കുക. എന്നിട്ട് ഇനി ഓറഞ്ച് ചതുരങ്ങൾ എൻ്റെ നേരെ വരുന്ന രീതിയിൽ ഞാൻ പിടിച്ചു. എന്നിട്ട് ഈ ഒരു വെള്ള ത്രികോണം വരുന്ന ഈ ഒരു പീസിനെ താഴോട്ടേക്ക് ഒരു തവണ തിരിച്ചു. എന്നിട്ട് വീണ്ടും ഓറഞ്ച് ചതുരങ്ങൾ എൻ്റെ നേരെ വരുന്ന രീതിയിൽ ഞാൻ പിടിച്ചു. എന്നിട്ട് ഈ ഓറഞ്ച് ത്രികോണം വരുന്ന ഈ ഒരു പീസിനെ താഴോട്ടേക്ക് ഒരു തവണ തിരിക്കുക, ഇതുപോലെ താഴോട്ടേക്ക് ഒരു തവണ തിരിക്കുക. എന്നിട്ട് ഈ ഓറഞ്ച് ചതുരങ്ങൾ എൻ്റെ നേരെ വരുന്ന രീതിയിൽ തന്നെ ഞാൻ പിടിച്ചു വന്നിട്ടും. എന്നിട്ട് ഈ ഒരു പീസിന്, ഈ ഓറഞ്ച് ത്രികോണം വരുന്ന ഈ ഒരു പീസിന്, ഈ നീളത്തിലുള്ള ഭാഗത്തിൽ മൂന്നാമത്തെ പീസിനെ മുകളിലോട്ട് ഒരു തവണ തിരിക്കുക, ഇതുപോലെ തിരിക്കുക. എന്നിട്ട് ഈ വെള്ള ത്രികോണം വരുന്ന പീസിനെ താഴോട്ടേക്ക് ഒരു തവണ തിരിക്കുക, ഇതുപോലെ കിട്ടും. എന്നിട്ട് ഈ വെള്ള ത്രികോണം വരുന്ന ഈ ഒരു പീസിനെ മുകളിലോട്ട് ഒരു തവണ തിരിക്കുക, ഇതുപോലെ മുകളിലേക്ക് ഒരു തവണ തിരിക്കുക. എന്നിട്ട് വെള്ളച്ചതുരങ്ങൾ എൻ്റെ നേരെ വരുന്ന രീതിയിൽ ഞാൻ പിടിച്ചു. എന്നിട്ട് ഈ ഓറഞ്ച് ത്രികോണം വരുന്ന ഈ ഒരു പീസിനെ മുകളിലോട്ട് ഒരു തവണ തിരിക്കുക, ഇതുപോലെ ഒരു തവണ തിരിച്ചു. എന്നിട്ട് ഇതുപോലെ പിടിക്കുക. വെള്ളച്ചതുരങ്ങൾ എൻ്റെ നേരെ വരുന്ന രീതിയിൽ ഞാൻ പിടിച്ചു. എന്നിട്ട് ഈ വെള്ള ത്രികോണം വരുന്ന ഈ ഒരു പീസിനെ താഴോട്ടേക്ക് ഒരു തവണ തിരിക്കുക, ഇതുപോലെ താഴോട്ടേക്ക് ഒരു തവണ തിരിക്കുക. എന്നിട്ട് ഈ വെള്ളച്ചതുരങ്ങൾ എൻ്റെ നേരെ വരുന്ന രീതിയിൽ തന്നെ ഞാൻ പിടിച്ചു. എന്നിട്ട് ഈ ഒരു ഓറഞ്ച് ത്രികോണം വരുന്ന ഒരു പീസിനെ നമ്മുടെ നേരെ ഇങ്ങോട്ടേക്ക് ഒരു തവണ തിരിക്കുക, ഇതുപോലെ ഒരു തവണ തിരിക്കുക. എന്നിട്ട് പിന്നെ ഓറഞ്ച് ചതുരങ്ങൾ എൻ്റെ നേരെ വരുന്ന രീതിയിൽ ഞാൻ പിടിച്ചു. എന്നിട്ട് ഈ വെള്ള ത്രികോണം വരുന്ന ഈ ഒരു പീസിനെ താഴോട്ടേക്ക് ഒരു തവണ തിരിക്കുക, ഇതുപോലെ താഴോട്ടേക്ക് ഒരു തവണ തിരിക്കുക. എന്നിട്ട് വീണ്ടും ഓറഞ്ച് ചതുരങ്ങൾ എൻ്റെ നേരെ വരുന്ന രീതിയിൽ ഞാൻ പിടിച്ചു. എന്നിട്ട് ഈ ഒരു പീസ്, ഈ ഓറഞ്ച് ത്രികോണം വരുന്ന ഈ ഒരു പീസിനെ താഴോട്ടേക്ക് ഒരു തവണ തിരിക്കുക. എന്നിട്ട് വീണ്ടും ഈ ഓറഞ്ച് ചതുരങ്ങൾ എൻ്റെ നേരെ വരുന്ന രീതിയിൽ തന്നെ ഞാൻ പിടിച്ചു. എന്നിട്ട് ഈ ഓറഞ്ച് ത്രികോണം ഈ ഒരു പീസിനെ മുകളിലോട്ട് ഒരു തവണ തിരിക്കുകയാണ്, ഇതുപോലെ മുകളിലേക്ക് ഒരു തവണ തിരിക്കുക. എന്നിട്ട് ഈ വെള്ള ത്രികോണം വരുന്ന ഈ ഒരു പീസിനെ ഇതിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് ഇതിനെ താഴോട്ടേക്ക് തിരിക്കുക, താഴോട്ടേക്ക് തിരിച്ചു. എന്നിട്ട് ഈ ലാസ്റ്റ് പീസിനെ മുകളിലോട്ട് ഒരു തവണ തിരിക്കുക, മുകളിലേക്ക് ഒരു തവണ തിരിക്കുക. അപ്പോൾ നമുക്ക് ഒരു ഫ്ലവർ പാറ്റേണിൻ്റെ ഷേപ്പിലേക്ക് നമ്മുടെ സ്നേക്ക് ക്യൂബിനെ കിട്ടിയിരിക്കുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും ഒക്കെ കമൻറ്റ് ചെയ്യുക. ഇനിയും ഇതുപോലുള്ള പലതരം ക്യൂബുകളുടെ ട്യൂട്ടോറിയൽ വീഡിയോസുമായി ഞാൻ വരുന്നതായിരിക്കും. ആ വീഡിയോസിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടുവാൻ നിങ്ങൾ ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.